നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാരണഭൂതൻ മുഖ്യമന്ത്രിക്ക് ഒന്നിനു പുറകെ ഒന്നായി കഷ്ടകാലം. ഇടതുമുന്നണിയിലെ സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെട്ട MLA-മാരെയും മന്ത്രിമാരെയും ചുമക്കാൻ നിർബന്ധിതനായ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ പദവിയിൽ ഇരിക്കാൻ പോലും നാണമില്ലാതായിരിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ നാറ്റിച്ച നടൻ കൂടിയായ MLA മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നാണ് LDF കൺവീനർ EP ജയരാജൻ സഖാവും ഉത്തരവായിരിക്കുന്നത്. പെൺകേസിൽ പെട്ടവരെയും പീഡകന്മാരെയും വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ഘോരഘോരം പ്രസംഗിച്ച പിണറായിയുടെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു മുകേഷ് സഖാവ് രാജിവെക്കേണ്ടെന്ന്. മുകേഷ് ജയിലിൽ പോയാലും ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടാലും MLA സ്ഥാനം കളയേണ്ടതില്ലെന്നാണ് CPM-ന്റെ നിലപാടെന്ന ആക്ഷേപവും ശക്തമാകുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് CPM-ലെ വീരശൂര പരാക്രമണികളായ വനിതാ നേതാക്കൾക്ക് നാവിറങ്ങിപ്പോയോ എന്ന് തോന്നിപ്പോകുന്നത്. DYFIയുടെ പോരാളികളും മാളത്തിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നു. ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടിയേക്കാവുന്ന ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് CPM MLA ആയ മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ സഖാവ് മുകേഷ് സിനിമാ നടനോ ചിന്താജറോ വിശേഷിപ്പിച്ചതുപോലെ കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡറോ ഒന്നുമല്ല. ഒന്നാംകിട പെണ്ണ് കേസിലെയും പീഡനക്കേസിലെയും പ്രതിയുമാണ്. പീഡനക്കേസിലെ പ്രതിയായ മുകേഷ് കൊല്ലം MLA രാജിവെച്ച് പുറത്തു പോകട്ടെ എന്ന് പറയാനുള്ള ആർജവത്വം CPM പ്രസ്ഥാനത്തിന് ഇല്ലാതായത് കേരളം ലജ്ജിക്കുകയാണ്. സംസ്ഥാനത്തെ സിനിമാ സംവിധാനത്തിൽ അപ്പാടെ തിരികെ കയറ്റിയിരിക്കുന്നത് CPM-കാരായ പീഡകന്മാരെയും പെണ്ണുകേസിൽ പെട്ടവരെയുമാണെന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. MLA പദവിയിൽ നിന്ന് മുകേഷ് രാജിവെച്ചാലും തീരുന്നതല്ല സർക്കാരിനെതിരെ ഉയർന്ന നാണക്കേട്. മുകേഷിന്റെ രാജി മാത്രമല്ല, മുകേഷ് ജാമ്യമില്ലാതെ മറ്റു കുറ്റവാളികളെ കൂട്ടത്തോടെ അടച്ചിരിക്കുന്ന ജയിലിലേക്കാണ് പോകുന്നത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ രാജിവെച്ച രഞ്ജിത്തും നേരെ ജയിലിലേക്ക് പോകും എന്നാണ് പറയപ്പെടുന്നത്. സംസ്ഥാനത്തെ ഇടതുപക്ഷ ചേരിയിൽപ്പെട്ട സിനിമാ താരങ്ങളിൽ 6 പേരാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ജാമ്യമില്ലാതെ അകത്തു പോകാൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഇതുപോലൊരു ഭരണം വേറെയില്ലെന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിണറായി വിജയനും ഇടതു സർക്കാരിനും വരാനിരിക്കുന്നത് കണ്ണീരോണമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒരാളെയും പീഡിപ്പിച്ചിട്ടില്ലെന്ന് മുകേഷും സിദ്ദിഖുമൊക്കെ വാദോരാതെ ആവർത്തിച്ചു നോക്കിയെങ്കിലും കാര്യങ്ങളെല്ലാം തെളിവ് അടക്കം പുറത്തുവരികയാണ്. ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത കൊല്ലം MLA മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടുമായി LDF കൺവീനർ EP ജയരാജൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാരാണ് LDF എന്നും മുഖം നോക്കാതെ ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും EP ജയരാജൻ സഖാവ് മൊഴിഞ്ഞിരിക്കുന്നു. ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ അന്വേഷണ സംഘത്തെ തന്നെ സർക്കാർ നിയോഗിച്ചുവെന്നും ഇതോടെ പ്രശ്നം തീർന്നുവെന്നുമാണ് ജയരാജൻ പറയുന്നത്. നിലവിൽ പരസ്യമായി മുകേഷിനെ തള്ളി പറയില്ലെങ്കിലും താരത്തിനെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പിന്തുണച്ച് രംഗത്ത് വരേണ്ടതില്ലെന്നാണ് പാർട്ടി നേതാക്കൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ ഇതിൽ പരമൊരു നാണക്കേട് CPM-ന് സംഭവിക്കാനില്ല. കോൺഗ്രസ് MLA-മാരായ എൽദോസ് കുന്നപ്പള്ളിക്കും M വിൻസെന്റിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് CPM പ്രതിരോധിക്കുന്നത്. നിലവിൽ കൊല്ലത്തെ പാർട്ടി നേതൃത്വവുമായി മുകേഷ് അത്ര നല്ല ബന്ധത്തിലല്ലാത്തതിനാൽ മുകേഷ് രാജിവെക്കണം എന്നതാണ് കൊല്ലം ഘടകത്തിന്റെ നിലപാട്. മുകേഷിന്റെ നിലപാടുകൾ കൊല്ലത്തെ സഹാക്കൾക്ക് സഹിക്കാൻ പറ്റാതായിരിക്കുന്നു. മുകേഷ് രാജിവെക്കണമെന്ന് CPI ആവശ്യപ്പെട്ടിട്ടും രാജി വേണ്ടെന്ന CPM നിലപാട് LDF-ൽ ഭിന്നത സൃഷ്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.